അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. വളരെ സങ്കടകരമായ എന്നാൽ വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കേണ്ട ഒരു സഹായമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ആരോരുമില്ലാത്ത, നിങ്ങളുടെ ഭർത്താവില്ലല്ലോ, അച്ഛനില്ലാത്ത, സഹോദരന്മാരില്ലാത്ത, ആകെയുള്ളത് ഈ അമ്മക്ക് പ്രമോദ് എന്ന് പറയുന്ന ഒരു മോൻ മാത്രമാണ്. ആ മോനാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ലിവറിൽ നിന്നും ഹാർട്ടിലേക്ക് പോകുന്ന ഞരമ്പുകളൊക്കെ ബ്ലോക്കായി, രക്തക്കുഴലുകളൊക്കെ ബ്ലോക്കായിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അതിന് 2 ലക്ഷം രൂപ വേണം. അതിനൊരു വഴിയില്ലാതെ ഏകദേശം ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. ഒരു നിവൃത്തിയില്ല. ആ സർജറി എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഞരമ്പുകളൊക്കെ ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്തില്ലെങ്കിൽ പിന്നെ പ്രമോദ് എന്ന് പറയുന്ന മകൻ എങ്ങനെയാണ് ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളത് അറിയില്ല. ഈ അമ്മയ്ക്കാണെങ്കിൽ ആ ഒരു മോൻ മാത്രമേ ഉള്ളൂ. മോൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രായമായ അമ്മ എവിടേക്ക് പോവും, എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും എന്നൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ ഈ അമ്മ സംസാരിക്കും. നിങ്ങൾ പറഞ്ഞോ, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞോളെ. എൻ്റെ മകനെ ഇട്ടിട്ട് പോയിട്ട് മരിച്ചിട്ട് 7 വയസ്സാകുമ്പോൾ ഇട്ടിട്ട് പോയിട്ട് ഞാൻ അവരെ നോക്കി വലുതാക്കി പഠിപ്പിച്ചു. പെട്ടെന്ന് എൻ്റെ മകന് വയ്യാണ്ടായി. ലോകത്തുള്ളവരെ കടങ്ങളൊക്കെയുമായി ഞാൻ എൻ്റെ കയ്യിലുള്ളത് സഹായിച്ചു. 1.5 ലക്ഷം ഉറുപ്പിക എനിക്കിപ്പോൾ കടമാണ്. 2 ഓപ്പറേഷൻ കഴിഞ്ഞു. എനിക്ക് എൻ്റെ മകനെ വേണ്ട. എനിക്ക് ആരുമില്ല. എൻ്റെ മകൻ പോയ പിന്നെ ഞാൻ എന്തിനായിരിക്കും. എനിക്ക് 60 വയസ്സായി. പണിക്ക് പോകാനുള്ള ആരോഗ്യമില്ല. എനിക്ക് കൈയും കാലും വയ്യാണ്ട ഞാൻ നടക്കണം. എനിക്ക് ആരുടെ സഹായവുമില്ല. നിങ്ങളെ സഹായിച്ചു തരണം. എൻ്റെ മകനെ രക്ഷപ്പെടുത്തി തരണം. എനിക്ക് ആരുമില്ല. എൻ്റെ മകൻ പഠിക്കാനാ പോണം. എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പിച്ചി എടുത്താലും പഠിപ്പിക്കാൻ പറഞ്ഞു. അവൻ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് ആ മരിച്ച സമയത്ത് വെക്കാൻ അരിയില്ലാണ്ട് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായിച്ച് 5 കിലോ അരി തരുന്നു. അവിടെ 12 കിലോ 10 കിലോ അരി 5 കിലോ ചെറുപയർ ഞങ്ങൾക്ക് 12 സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സഹായിച്ചു. അവന് ഫീസ് കൊടുക്കാൻ പഠിച്ചു. അവിടെ ഫീസ് കെട്ടാൻ തന്നെ പഠിച്ചു. ഡിഗ്രി ആകുമ്പോൾ അവന് ഇത്തിരി മാർക്ക് കമ്മിയായിട്ട് നമ്മളുടെ സ്കൂളിൽ ഞാൻ പൈസ കെട്ടി പഠിപ്പിച്ചു. ഞാൻ ചോറ് വെച്ചില്ലെങ്കിലും അവൻ എൻ്റെ മകൻ പഠിക്കണം പറഞ്ഞ ഒരേ പിടിച്ച ആളെ ഞാൻ പഠിപ്പിച്ചു. പെട്ടെന്നൊരു വയ്യായ വന്ന് ഞങ്ങൾ 3 ആസ്പത്രി കയറി ഇറങ്ങി. മുടിക്കലിൽ പോയി കുറേ കിടന്നു. അവിടെ കുറേ പൈസ ചിലവാക്കി. 3 മാസം എക്സ്റേ എടുത്തു. എല്ലാ ചെക്കപ്പും കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് കോഴിക്കോട് കൊണ്ടുപോയി ഓപ്പറേഷൻ പറഞ്ഞു. അവിടെ പോയി 12 ദിവസം കിടന്ന് പൈസ ഇല്ലാതെ വന്നു. പിന്നെ ഞാൻ പൈസ ഉണ്ടാക്കി ജനങ്ങൾ സഹായിച്ചു വന്നിട്ട് 2 ഓപ്പറേഷൻ കഴിഞ്ഞു. അച്ഛൻ മരിച്ചിട്ട് 15 കൊല്ലമായി. ഒരു മകനേ ഉള്ളൂ. അച്ഛന് വീട് 3 സെന്റ് സ്ഥലമുണ്ട്. ഒരു വീടും അത് ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാക്കി. ആ സ്ഥലവും ഞങ്ങൾ സമ്പാദിച്ചു വാങ്ങിയാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരാളുടെ ഓഹരിയില്ല, ആരുമില്ല. കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് സഹായിക്കണം. ഞാൻ ഇവരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ടു. കാരണം സൗജന്യമായിട്ട് ഞാൻ പറയാം, സൗജന്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. കാരണം അവർക്ക് ആരോഗ്യ ഇൻഷുറൻസോ സംവിധാനങ്ങളൊന്നും ഇല്ല. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു വെച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ അവരുടെ സർജറി ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന്റെ മരുന്നും കാര്യങ്ങളെല്ലാം കൂടി 2 ലക്ഷം രൂപ വേണം. അതില്ലാതെ നടക്കില്ല. ഇപ്പൊ പ്രമോദ് ആശുപത്രിയിൽ അവിടെ അഡ്മിറ്റ് ആണ് പ്രമോദ്. ഇവർക്ക് ആ പൈസയായിട്ട് പോയാലേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പ്രമോദിനെ തിരിച്ചങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരും. നിങ്ങൾക്ക് അറിയാം, ലിവറിൽ നിന്ന് ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡ് പോകുന്ന ഞരമ്പാണ് ബ്ലോക്ക് ആയിട്ടുള്ളത്. അത് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അതിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ ചുരുങ്ങി വരുന്ന ഒരു സാഹചര്യത്തിലാണെന്നാ പറഞ്ഞത്. ഡോക്ടർമാർ തന്നെ പറഞ്ഞത് ഒരു സർജറി കഴിഞ്ഞ്. അപ്പോ ഇനി അതും ഇവരവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടാണ് ഒന്ന് ചെയ്തത് അല്ലേ? ഒരെണ്ണം ചെയ്തു, കടം വാങ്ങിയിട്ടൊക്കെ ചെയ്തു. പക്ഷെ ഇനി ഒരെണ്ണം ചെയ്യാനുള്ള പൈസ ഇല്ല. വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസത്തിലാണ്. ആ അമ്മയ്ക്ക് ഈ മകന് ഈ അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ, ഇപ്പൊ മകൻ അവിടെയാണ്, ആ മകന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനോ അവിടെ കൂടെ ഇരിക്കാനോ അതിന്റെ കാര്യത്തിന് പോലും ഒരാളില്ല. ഈ അമ്മ അവിടെ വന്നിരിക്കുന്നത് കാരണം പ്രമോദ് അവിടെ തനിച്ചാണ്. ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് ഇത്തരം ആളുകളുടെയൊക്കെ അവസ്ഥ. അത് വളരെ എമർജൻസി ആയതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ ഇങ്ങനെ ലൈവിൽ വന്നത്. കഴിയുന്ന ആളുകൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ അമ്മയുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. നേരെ മറിച്ച് ഈ സർജറി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയ രീതിയിലേക്കുള്ള അപകടത്തിലേക്ക് പോകും. അത് ലിവറിന് കംപ്ലൈന്റ് ബാധിക്കും, ഹാർട്ടിന് കംപ്ലൈന്റ് ബാധിക്കും. ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവന് തന്നെ അത് വലിയൊരു അപകടമായിട്ട് മാറും. 2 ലക്ഷം രൂപയുടെ പേരിൽ ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണ്. ഈ അമ്മക്കാണെങ്കിൽ ആ മകൻ മാത്രമേ ഉള്ളൂ. കഴിയുന്നവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ സഹായിക്കണം. വെറുതെ അതിനെ തട്ടി മാറ്റി പോകരുത്. കഴിയുന്ന സഹായങ്ങളെ അക്കൗണ്ടിലേക്ക് കൊടുത്താൽ ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യമാണ്.
നിങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ, ഇന്ന് ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പൈസയെങ്കിലും ഈ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ അക്കൗണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കണം. അക്കൗണ്ട് നമ്പർ, ഗൂഗിൾ പേ ഒക്കെ മകന്റെ തന്നെയല്ലേ വെച്ചിരിക്കുന്നത് അല്ലേ? ആയിക്കോട്ടെ, കഴിയുന്നവരൊക്കെ സഹായിക്കണം. അസ്സലാമു അലൈക്കും.